അമേരിക്കയിലെ ഇമിഗ്രേഷൻ കോടതികളിൽ നിന്ന് 17 ജഡ്ജിമാരെ പെട്ടെന്ന് പിരിച്ചുവിട്ടത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും കൂടുതൽ ആളുകളെ നാടുകടത്താനുള്ള ശ്രമമാണെന്നുമാണ് ജഡ്ജിമാരുടെ യൂണിയൻ ആരോപിക്കുന്നത്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഇമിഗ്രേഷൻ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ട്രംപ് ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സമയമാണിത്. ഈ സമയത്താണ് ഇത്രയും ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന സംഘടനയാണ് ജഡ്ജിമാരെ പ്രതിനിധീകരിക്കുന്നത്. അവരവരുടെ ജോലിയിൽ നിന്ന് 15 ജഡ്ജിമാരെ വെള്ളിയാഴ്ചയും 2 പേരെ തിങ്കളാഴ്ചയും പിരിച്ചുവിട്ടെന്നാണ് IFPTE അറിയിച്ചിരിക്കുന്നത്. ടെക്സാസ്, ന്യൂയോർക്ക്, കാലിഫോർണിയ, ഒഹായോ തുടങ്ങിയ 10 സംസ്ഥാനങ്ങളിൽ ജഡ്ജിമാരെയാണ് ഇങ്ങനെ മാറ്റിയത്. കോൺഗ്രസ് 800 ഇമിഗ്രേഷൻ ജഡ്ജിമാരെ നിയമിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ധാരാളം ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് അംഗീകരിക്കാനാവില്ല. ഇത് പൊതുജന താൽപ്പര്യത്തിന് എതിരാണ്. ഇത് വിഡ്ഢിത്തമാണ്. ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് നിർത്തി പുതിയ ആളുകളെ നിയമിക്കുകയാണ് ഇതിനുള്ള പരിഹാരമെന്നാണ് യൂണിയൻ പ്രസിഡന്റ് മാറ്റ് ബിഗ്സ് പറഞ്ഞത്. ട്രംപ് ഭരണകൂടം കൂടുതൽ ആളുകളെ നാടുകടത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പിരിച്ചുവിടൽ നടന്നതെന്നാണ് ആരോപണം. പലപ്പോഴും ICE ഉദ്യോഗസ്ഥർ കോടതിക്ക് പുറത്ത് കാത്തുനിന്ന് വിചാരണ കഴിഞ്ഞ ഉടൻ തന്നെ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇത് കുടിയേറ്റക്കാരെയും അഭയം തേടുന്നവരെയും കൂടുതൽ ഭയത്തിലാഴ്ത്തുന്നു. കാരണം പിന്നീട് ഇവർക്ക് നിയമപരമായ സഹായം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് US ഇമിഗ്രേഷൻ കോടതികളിൽ ഏകദേശം 3.5 മില്യൺ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ജഡ്ജിമാർക്ക് 1 വർഷം കഴിഞ്ഞ് പല കേസുകളും പരിഗണിക്കാൻ കഴിയും. സാധാരണ കോടതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇമിഗ്രേഷൻ കോടതികളിൽ സൗജന്യമായി സഹായിക്കാൻ ആളുണ്ടാവില്ല. സ്വന്തമായി പണം കൊടുത്ത് വക്കീലിനെ വെക്കണം, അല്ലെങ്കിൽ സ്വന്തമായി കേസ് വാദിക്കണം. ജൂലൈ 11, 14 തീയതികളിലാണ് 10 സംസ്ഥാനങ്ങളിലെ 17 ജഡ്ജിമാരെ ഒരു കാരണവും കൂടാതെ പിരിച്ചുവിട്ടത്. കാലിഫോർണിയ, ഇല്ലിനോയിസ്, ലൂസിയാന, മേരിലാൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂയോർക്ക്, ഒഹായോ, ടെക്സസ്, യൂറ്റ, വിർജീനിയ എന്നിവിടങ്ങളിലെ കോടതികളിലാണ് ഇത് സംഭവിച്ചത്. ഈ കോടതികളിൽ പലതും ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് എന്നതാണ് പ്രത്യേകത. ചിക്കാഗോ, ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ട്രംപിൻ്റെ ഈ നടപടി ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നാണ് റിപ്പോർട്ട്. 2025 ജനുവരി 20 മുതൽ 100-ലധികം ജഡ്ജിമാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ചിലർ സ്വയം രാജിവെച്ച് പോയ സ്ഥിതിയുണ്ട്. കോൺഗ്രസ് 800 ജഡ്ജിമാരുടെ ഒഴിവുകൾക്ക് പണം അനുവദിച്ചിട്ടും നിലവിൽ 600 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ ആളുകളെ നിയമിക്കാൻ വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് DOJ പറയുന്നുണ്ട്. എന്നാൽ ഒരു പുതിയ ജഡ്ജിയെ നിയമിക്കാൻ ഏകദേശം 9 മുതൽ 12 മാസം എടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ വേഗത്തിലുള്ള നാടുകടത്തൽ നടത്താൻ ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം ജഡ്ജിമാരെ ഒഴിവാക്കാം. ഇതിലൂടെ അപ്പീൽ നൽകാൻ പോലും സാധിക്കാത്ത ഡിപ്പോഷൻ ഓർഡറുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ജഡ്ജിമാരുടെ എണ്ണം കുറയുമ്പോൾ എക്സ്പെഡിറ്റഡ് ഡോക്കറ്റ്സ് പോലുള്ളവ കൂടുതൽ ഉപയോഗിക്കാം. കൂടാതെ DHS അഡ്മിനിസ്ട്രേറ്റീവ്ലി ക്ലോസ് ചെയ്ത കേസുകൾ വീണ്ടും പരിഗണിക്കാൻ ആവശ്യപ്പെടാം. ഇതിൻ്റെ ഫലമായി വിസ കാലാവധി കഴിഞ്ഞ ആളുകൾക്ക് ഒരു ജഡ്ജിയെ പോലും കാണാൻ സാധിക്കാതെ ICEയുടെ അറസ്റ്റ് നേരിടേണ്ടി വരും. 2025 മാർച്ചോടെ 3.69 മില്യൺ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. 2020 സാമ്പത്തിക വർഷത്തിൽ ഇത് 1.3 മില്യൺ ആയിരുന്നു. ജഡ്ജിമാരുടെ കുറവ് കാരണം കേസുകൾ കൂടിക്കൊണ്ടിരിക്കും. കേസുകൾ തീർപ്പാക്കാൻ ശരാശരി 1424 ദിവസമാണ് എടുക്കുന്നത്. ന്യൂയോർക്കിൽ പുതുതായി വരുന്ന കേസുകൾ 2031-32 പരിഗണിക്കുന്നത്. കോടതികൾ കേസ് തീർപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് ICE വാദിക്കും. ഇത് കൂടുതൽ വേഗത്തിൽ ആളുകളെ നാടുകടത്താൻ സഹായിക്കും. 2025 ICE രേഖകളില്ലാത്ത അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ 388 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയിരുന്നു. വിസ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തേക്ക് വരാൻ കഴിയില്ലെന്ന് എംബസിയും മാധ്യമങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US-ലെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഫെബ്രുവരി 5, 15, 16 തീയതികളിൽ US ഇന്ത്യ ചാർട്ടർ വിമാനങ്ങളിൽ 333 പേരെയാണ് നാടുകടത്തിയത്. 295 ഇന്ത്യക്കാരെ കൂടി നാടുകടത്താൻ ഡിറ്റൻഷൻ സെൻ്ററുകളിൽ പാർപ്പിച്ചിട്ടുമുണ്ട്. 2023 അവസാനത്തോടെ 53,457 ഇന്ത്യക്കാരുടെ അസ്ലം കേസുകൾ തീർപ്പാക്കാനുണ്ട്. ജഡ്ജിമാരെ പിരിച്ചുവിട്ടത് ഇവർക്കും പ്രതിസന്ധികളുണ്ടാക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.